ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ പ്രോജക്റ്റ് ഫണ്ട് ഉപയോഗിച്ച് മലയൻകീഴ് ജംഗ്ഷനിൽ പഞ്ചായത്ത് സ്ഥാപിച്ച LED ഡിസ്പ്ലേ ഇപ്പോൾ കാർട്ടൂൺ ചിത്രപ്രചരണയിലൂടെയാണ് അറിയിപ്പുകൾ നൽകുന്നത്. തിരുവനന്തപുരം നഗരമേഖലയിൽ നിന്ന് തൊട്ടുചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത്. ഇവിടെ പല സ്ഥലങ്ങളിലും മാലിന്യം കൊണ്ട് തള്ളുന്നത് പതിവാണ്. മുന്നറിയിപ്പുകൾ പലതും നൽകിയെങ്കിലും മാലിന്യം ഉപേക്ഷിക്കുന്നത് തടയാനായില്ല. തുടർന്ന് പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ചുമർ ചിത്രങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. ഇതിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് IED പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5.5 ലക്ഷം രൂപ വിനിയോഗിച്ച് മലയൻകീഴ് ജംഗ്ഷനിൽ ശ്രീകൃഷ്ണ ഗ്രന്ഥശാലയ്ക്ക് മുൻവശത്തായി 10 അടി നീളവും 6 അടി ഉയരവുമുള്ള LED ഡിസ്പ്ലേ സ്ഥാപിച്ചത്. അങ്ങനെ LED ഡിസ്പ്ലേയിലൂടെ നമുക്ക് ജനങ്ങൾക്ക് ഈ മാലിന്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള ബോധവൽക്കരണവും അതിനോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നിന്നുള്ള ദൈനംദിനമുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളും ആ LED ഡിസ്പ്ലേ മുഖാന്തരം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ഒരു സംരംഭമായിട്ട് ആ ഡിസ്പ്ലേയിലൂടെ കൊടുത്തിരിക്കുന്നത് ജനകീയ കലാരൂപമായ കാർട്ടൂണുകളിലൂടെയാണ്. കാരണം ജനങ്ങൾ കൂടുതലും കാർട്ടൂണുകൾ അതിനൊരു ഹാസ്യപരമായ ഒരു നർമ്മപരമായ ഒരു ആസ്പെക്റ്റ് കൂടി ഉണ്ട് എന്നുള്ളതിനാൽ ജനങ്ങൾ കൂടുതൽ കാർട്ടൂണുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. അപ്പൊ ആ ജനകീയമായ കലാരൂപത്തെ അറിയിപ്പുകൾക്കും ഇങ്ങനെയുള്ള ബോധവൽക്കരണത്തിനും വേണ്ടിയിട്ട് മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് ഉപയോഗിക്കുകയാണ്. കാർട്ടൂൺ ചിത്രങ്ങൾ വരച്ചത് മലയൻകീഴ് പഞ്ചായത്ത് സെക്രട്ടറിയും കാർട്ടൂൺ പുസ്തക രചയിതാവുമായ ബിന്ദുരാജാണ്. ഡിസ്പ്ലേയിലൂടെ മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രദർശിപ്പിച്ചെങ്കിലും ജനങ്ങൾ അവഗണിച്ചു. പിന്നെ കാർട്ടൂണിലൂടെ നർമ്മപരമായ വീഡിയോ ഡിസ്പ്ലേയിൽ കാണിച്ചതോടെയാണ് ജനശ്രദ്ധ ആകർഷിച്ചത്. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 11 വരെയാണ് കാർട്ടൂൺ വീഡിയോയുടെ പ്രവർത്തന സമയം. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.